നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഒരു എളിയ കലാകാരനാണ് അഭിലാഷ് ആട്ടായം. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു വിജയത്തിൻ്റെ കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. അപ്പോൾ പത്മശ്രീ ഭരത് ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുകയാണ്. പപ്പടം, പഴം, പായസം, ഉപ്പേരി, മിച്ചറെല്ലാം കൂട്ടി നല്ല രീതിയിൽ ആഘോഷിക്കുമ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മാഹിൻ മൂവാറ്റുപുഴയും ഇത് ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പിറന്നാൾ ആഘോഷിക്കട്ടെ. പ്രിയപ്പെട്ട ലാലേട്ടന് അഭിലാഷ് ആട്ടായം, അതായത് നിങ്ങളുടെ ഇഷ്ടതാര അഭിലാഷ് ആട്ടായത്തിൻ്റെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ എന്തായാലും ലാലേട്ട ഇനി മുന്നോട്ട് പോട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടാവും. ഐ ലവ് യു ലാലേട്ട. പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മാഹിൻ മൂവാറ്റുപുഴയും രണ്ട് വാക്ക് പറയുകയാണ്. അപ്പോൾ മാഹിൻ മൂവാറ്റുപുഴയിലേക്ക് എൻ്റെ ഈ വീഡിയോ എത്തുകയാണ്. നമസ്കാരം. ലഫ്റ്റനന്റ് കേണൽ ലാലേട്ടൻ, ബിഗ് സല്യൂട്ട്. എന്തായാലും സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ആ അമ്മ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയി. അതിനൊരു പ്രണാമം അർപ്പിക്കുന്നു. ആ അമ്മ ഇതുപോലൊരു മകനെ സൃഷ്ടിച്ചതിന് എന്താ പറയണ്ടേ, നമ്മുടെ കേരളത്തിലല്ല, ലോക മലയാളികൾക്ക് ഏവർക്കും ഹൃദയത്തിൽ നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക, എന്താ പറയണ്ടേ, ഇച്ചാക്ക എന്ന് തികച്ചു വിളിക്കാത്ത മനുഷ്യനാണ് ലാലേട്ടൻ. അങ്ങനെ ഒരു സൗഹൃദമാണ് മമ്മൂക്കായി ലാലേട്ടൻ തമ്മിൽ. മാഹിൻ മൂവാറ്റുപുഴ അഭിലാഷ് ആട്ടായം പോലെ. എങ്ങനെ ഇച്ചാക്ക അല്ല, മാഹിൻ മൂവാറ്റുപുഴയും അഭിലാഷ് ആട്ടായം പോലെ, മമ്മൂട്ടിയും ലാലേട്ടനെ പോലെയാണല്ലോ അവരും അല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവിധ ആശംസകളും ലാലേട്ടൻ. ഓക്കെ, താങ്ക് യു മാഹിൻജി. പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, താങ്ക് യു.